ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിൽ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന സൂചനയാണ് വർഷാരംഭത്തിലെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. പുതുവർഷ പുലർച്ചെ ന്യൂ ഓർലിയൻസിലുണ്ടായ ഭീകരാക്രമണവും ലാസ് വേഗാസിലെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിലുണ്ടായ സ്ഫോടനവും തള്ളിക്കളയുന്നില്ല US അന്വേഷണ ഏജൻസികൾ. 2 സ്ഫോടനങ്ങളും നടത്തിയത് മുൻ സൈനികരാണ്. ആൾക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി അനേകം പേരുടെ മരണത്തിന് കാരണക്കാരനായ പ്രതി ഷംസുദ്ദീൻ ജബ്ബാറിന് ഭീകര സംഘടനയായ ISുമായി ബന്ധമുണ്ടെന്നാണ് US അന്വേഷണ ഏജൻസിയായ FBIയുടെ വെളിപ്പെടുത്തൽ. ട്രംപിന്റെ പശ്ചിമേഷ്യൻ നയത്തിലും കുടിയേറ്റ വിരുദ്ധതയിലും ശക്തമായ എതിർപ്പുയരവേ അതീവ ജാഗ്രതയിലാണ് അന്വേഷണ ഏജൻസികൾ. 2025 പുതുവർഷ പുലരി അമേരിക്കയ്ക്ക് നൽകിയത് നടുക്കമായിരുന്നു. അമേരിക്കയിൽ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ന്യൂ ഓർലിയൻസ് നഗരത്തിലെ ബർബൻ സ്ട്രീറ്റിൽ പുതുവർഷം ആഘോഷിക്കുന്ന ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയതിന്റെ നടുക്കം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ട്രക്ക് ഓടിച്ച ഷംസുദ്ദീൻ ജബ്ബാർ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഇതിനു തൊട്ടുപിന്നാലെ ലാസ് വേഗാസിൽ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിന് പുറത്ത് ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. ട്രക്ക് ഓടിച്ചിരുന്ന മുൻ സൈനികനായ മാത്യു അലൻ ലിവൽസ്ബർഗർ സ്വയം തലയിൽ വെടിവെച്ച് ജീവനൊടുക്കി. ഷംസുദ്ദീൻ ജബ്ബാറും മാത്യു അലനും ഒരേ സ്ഥലത്തു നിന്നാണ് വാഹനങ്ങൾ വാടകയ്ക്കെടുത്തതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയ ഷംസുദ്ദീൻ ജബ്ബാർ മുൻ സൈനികനാണ്. ഇയാളുടെ വാഹനത്തിന് ഇസ്ലാമിക ഭീകര സംഘടനയായ ISന്റെ പതാക ഉണ്ടായിരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹൂസ്റ്റണിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റായ ജബ്ബാർ സൈന്യത്തിൽ IT സ്പെഷ്യലിസ്റ്റായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ US സൈന്യത്തോടൊപ്പം ജബ്ബാറും ജോലി ചെയ്തിരുന്നു. സ്റ്റാഫ് സർജന്റ് എന്ന റാങ്കിൽ നിന്ന് വിരമിച്ച ജബ്ബാർ സെൻട്രൽ ടെക്സസ് കോളേജിൽ നിന്നും ജോർജിയ സർവകലാശാലയിൽ നിന്നും ബിരുദങ്ങൾ നേടിയിരുന്നു. സൈനികനായ ഒരാൾ എങ്ങനെയാണ് ഭീകരവാദത്തിലേക്ക് കടന്നതെന്നും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരുന്നു. ഷംസുദ്ദീൻ ഒരിക്കൽ പോലും ISനെ കുറിച്ച് സംസാരിക്കുകയോ ഇത്തരം ചിന്താഗതി വെച്ചുപുലർത്തുന്നതായി തോന്നുകയോ ചെയ്തിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഷംസുദ്ദീൻ എന്ന് മതം മാറി എന്നതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് അയാളുടെ ആദ്യ ഭാര്യ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അയാൾ 2 വട്ടം വിവാഹമോചിതനായി എന്നാണ് കോടതി രേഖകൾ വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന് മുൻപ് ഷംസുദ്ദീൻ നിരവധി വീഡിയോകൾ റെക്കോർഡ് ചെയ്തിരുന്നു. ഇതിൽ കുടുംബത്തെയും സുഹൃത്തുക്കളെയും കൊലപ്പെടുത്തുന്നതിനെക്കുറിച്ചും പറഞ്ഞിരുന്നുവെന്ന് FBI ഭീകരവിരുദ്ധ വിഭാഗം ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ റായ പറഞ്ഞു. ഭീകര സംഘടനയായ ISൽ ചേരാൻ പ്രേരിപ്പിച്ച സ്വപ്നങ്ങളെക്കുറിച്ചും ജബ്ബാർ വീഡിയോയിൽ പറയുന്നുണ്ട്. ആഘോഷത്തിന്റെ പേരിൽ അടുപ്പമുള്ളവരെ വിളിച്ചുവരുത്തി കൊല്ലാനും ഇയാൾ പദ്ധതിയിട്ടിരുന്നു. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള യുദ്ധമെന്നതിൽ നിന്ന് വാർത്താ തലക്കെട്ടുകൾ മാറിപ്പോകുമെന്നതിനാലാണ് കൊലക്കളം മാറ്റിയതെന്നും അന്വേഷണ ഏജൻസികൾ പറയുന്നു. 1 വർഷം മുൻപ് ഷംസുദ്ദീൻ ഹൂസ്റ്റണിന് വടക്ക് മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് താമസം മാറ്റിയിരുന്നുവെന്നും ഇവിടെ FBI സംഘം അന്വേഷണം നടത്തിയെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. സമീപത്തുള്ള മുസ്ലിം പള്ളിയിലേക്കുള്ള പ്രവേശനം തടഞ്ഞായിരുന്നു അന്വേഷണ സംഘം അരിച്ചുപെറുക്കിയത്. ഇതുവരെ കിട്ടിയ തെളിവുകളിൽ നിന്ന് ഷംസുദ്ദീൻ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായും ശരിയാകണമെന്നില്ലെന്നും അവർ കരുതുന്നു. ഷംസുദ്ദീൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് അരും കൊലയ്ക്ക് തയ്യാറായതെന്ന സത്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് FBI.